ഹലോ, കേൾക്കാമോ? കേക്കാം കേക്കാം. ഹലോ. ഹലോ, കേൾക്കാമോ? പ്ലീസ് റെസ്പോണ്ട്. ഒന്ന് ചാറ്റ് ചെയ്യാമോ ഇതില്? കേൾക്കാം കേൾക്കാം. ഓക്കെ. എഡ്ഫിൽ ലേണിംഗിന്റെ ഇഗ്നോ MA അറബിക് കോഴ്സിനെ പറ്റിയുള്ള വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡ്ഫിൽ ലേണിംഗിനെ പറ്റി കൂടുതൽ ഒരു മുഖവുര ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം PSC, കേട്ടറ്റ്, LPS, UPS, നെറ്റ്, സെറ്റ്, UGC അംഗീകൃതമായ നിരവധി കോഴ്സുകളിലെ നിരവധി മത്സര പരീക്ഷകളിൽ പരിശീലന രംഗത്ത് വിപ്ലവകര മാറ്റം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എഡ്ഫിൽ ലേണിംഗ്. ഈ കഴിഞ്ഞ PSC എക്സാമിൽ പോലും ഞങ്ങളുടെ കൂടെ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന വിശ്വാസവും അത് നേടിക്കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിനുള്ള കരുത്ത്. ഇതുകൂടാതെ ഞങ്ങളിപ്പോ ഇഗ്നോ MA അറബിക് കോഴ്സിനെ പറ്റി, ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന MA അറബിക് കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇവിടെ അസ്ജിത് സാറും അസീബ് സാറും. ഇഗ്നോയെ പറ്റി നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും, കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. കൂടാതെ അവരുടെ എല്ലാ കോഴ്സുകളും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ചതാണ്. PSCയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ PSCകളും ഇഗ്നോയുടെ കോഴ്സുകൾ അംഗീകരിച്ചുള്ളതാണ്. അതിന്റെ ഓതന്റിസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇഗ്നോയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചിലർക്ക് അറിയായിരിക്കും ഇഗ്നോയെ പറ്റി, എന്നാലും കൂടുതൽ ഇഗ്നോയെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഞാൻ അസിസ് സാറിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കൂടാതെ ഇഗ്നോ അറബിക്കിന്റെ സിലബസ് പരിചയപ്പെടുത്താൻ വേണ്ടി അസീബ് സാർ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആദ്യമായി അസിസ് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വോയിസ് ഓക്കെ ആണോ? വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും ഒഡിബിൾ ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. കമൻസ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് എല്ലാവരും ഫസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മുമ്പ് കേട്ടവരോ അല്ലെങ്കിൽ നിലവിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും കോഴ്സുകൾ നിലവിൽ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ളവർ വരും എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഇനി അഥവാ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ മുമ്പ് കോഴ്സ് ചെയ്യാത്തവരാണെങ്കിൽ, ഫ്രഷർ ആയിട്ടുള്ളവരാണെങ്കിൽ, ഇന്നത്തെ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്റ്റേജുകളാണ് ഇന്നത്തെ വെബിനാറിലുള്ളത്. ഒന്ന്, എന്താണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രാധാന്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ആ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, എന്തെല്ലാം ബെനിഫിറ്റ്സുകളാണ് അത്തരം കോഴ്സുകൾ എടുക്കുന്ന ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വെബിനാറിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുമായിട്ട് സംവദിക്കുന്ന, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, ഹസീബ് സാറാണ്. ഹസീബ് സാർ ഇവിടെ മെൻഷൻ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, MA അറബിക്കുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വെബിനാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് MA അറബിക്കുമായി ബന്ധപ്പെട്ടിട്ട്
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ സിലബസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, ഇഗ്നോ യൂണിവേഴ്സിറ്റി അതിന് വാങ്ങുന്ന ഫീസ് ചാർജ് എത്രയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ MA അറബിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ് എഡ്ഫിൽ ലേണിങ്ങിൻ്റെ ഹൗ ടു അപ്ലൈ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അബൌട്ട് ദ ഇഗ്നോ യൂണിവേഴ്സിറ്റി MA അറബിക് കോഴ്സ് എന്നുള്ള ഈ വെബിനാർ സീരീസിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആദ്യം കാണിച്ചത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലോഗോ ആണ്. ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ കൃത്യമായിട്ട് അറിഞ്ഞവരോ അല്ലെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻസോ അതിൻ്റെ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞവരായിരിക്കും ഒരു പക്ഷേ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇത്തരത്തിലുള്ള ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബിനാറിലേക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടാവും. നേരത്തെ ഇവിടെ അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്പർ 1 ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ലഭിച്ച 1985 കേന്ദ്രത്തിലെ പാർലമെന്റ് ആക്ടിലൂടെ രൂപീകൃതമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ UG തലത്തിലും PG തലത്തിലും വ്യത്യസ്തമായ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, നമ്മുടെ ജോലി കരിയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. മറ്റ് യൂണിവേഴ്സിറ്റികൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ്. റെഗുലർ യൂണിവേഴ്സിറ്റികൾക്ക് പോലും ലഭിക്കാത്ത ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ന്യൂഡൽഹി ആസ്ഥാനമായിട്ടാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിട്ടുള്ളത്. അത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ നമുക്കറിയാം UGCയുടെ ഏറ്റവും വലിയ അപ്രൂവൽ ലഭിക്കുന്നത് അതിൻ്റെ ഗ്രേഡും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. NAC A++ അക്രഡിറ്റേഷനോട് കൂടിയാണ് നിലവിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UGCയുടെ എല്ലാ വിധത്തിലുള്ള വാല്യുവേഷനുകളും അതിൻ്റെ സർട്ടിഫിക്കേഷനിലടക്കം നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് പലരും ചോദിക്കുന്നപ്പോൾ ഈ ഒരു വെബിനാർ നടത്തിയ സമയത്ത് പോലും ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും ഒരു പക്ഷേ ഈ വെബിനാറിന്റെ ലിങ്ക് കിട്ടി നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ പേഴ്സണലായിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, അല്ലെങ്കിൽ അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരിക്കലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. MA അറബിക്ക് എടുക്കാൻ പോകുന്നവർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ UGC അംഗീകൃതമായിട്ടുള്ള NACന്റെ A++ അക്രഡിറ്റേഷനോട് കൂടി തുല്യമായിട്ടുള്ള റെഗുലർ ഡിഗ്രിയോട് തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നൽകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ ഡിഗ്രി യൂണിവേഴ്സിറ്റിയാണ്. റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളല്ല, ഓപ്പൺ ഡിഗ്രി യൂണിവേഴ്സിറ്റിയാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിലുള്ള സെയിം ആസ് റെഗുലർ ഡിഗ്രി എന്നുള്ളതാണ്. നമ്മൾ സാധാരണ റെഗുലർ MA അറബിക്ക് ഏതെങ്കിലും കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ പോയി ചെയ്യുന്ന സെയിം സർട്ടിഫിക്കറ്റ് വാല്യൂ ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MA അറബിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇഗ്നോയിൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ അതിന്റെ റെക്കഗ്നിഷൻ എന്താണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാൻ പറ്റും. ഇന്ത്യയിലെ പാർലമെന്റ് ആക്ട് 1985 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കേഷൻ വാല്യൂ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിലൊരു പ്രൂഫ് എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സർട്ടിഫിക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ PG MA അറബിക്ക് ഇതിൽ നിന്ന് എടുത്തത് കൊണ്ട് ഈ PG MA അറബിക്കിന്റെ ഇഗ്നോന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മറ്റു യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട്, മറ്റു യൂണിവേഴ്സിറ്റികൾ UGC അംഗീകൃതമായിക്കൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏകീകൃത ഇന്ത്യയിലെ നമ്പർ 1 ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ മേഖലകളിലും അംഗീകൃതമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ UGC അപ്രൂവ്ഡ് ആണോ, അതുപോലെ തന്നെ ഇപ്പം പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന സമയത്തും UGC അപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ UGCയുടെ അംഗീകൃതം ഉണ്ടോ, സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ്.
അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത് UGC അംഗീകൃതമായിട്ടുള്ള, സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള, അതുപോലെ തന്നെ ഫോറിൻ രാജ്യങ്ങളിലടക്കം സ്വീകരിക്കുന്ന വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. ഈ മൈക്ക് ഓൺ ആക്കിയിട്ട് പലരും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സമയം ഈ ഒരു മീറ്റിംഗ് വെബിനാറിന്റെ അവസാന സമയങ്ങളിലേക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും ഒരു കോഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MA അറബിക് എന്നുള്ളൊരു കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത്, വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ യുനെസ്കോ, വേൾഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള, ഹയർ എഡ്യൂക്കേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഫോർഡബിൾ കോഴ്സ് ഫീസാണ്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും താങ്ങാവുന്ന ഒരു കോഴ്സ് ഫീസാണ് എല്ലാ കോഴ്സുകൾക്കും അവർ ഈടാക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയലും നമുക്ക് ലഭ്യമാകും. ഹാർഡ് കോപ്പി ആയിട്ടും സോഫ്റ്റ് കോപ്പി ആയിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാകും. ഹാർഡ് കോപ്പി ആയിട്ട് നമ്മുടെ വീടുകളിലേക്ക് അത് എത്തുന്ന സിസ്റ്റത്തിലും, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സെന്ററുകളിലേക്ക് നമ്മുടെ മെറ്റീരിയൽ എത്തുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ സോഫ്റ്റ് കോപ്പി ആയിട്ടും നമുക്കത് കിട്ടുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പലരും മൈക്ക് ഓണാക്കി സംസാരിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആകാതിരിക്കണം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്റ്റഡി മെറ്റീരിയൽ ആണ്. ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പി ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പലർക്കും യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന ഒരു സമയത്ത്, ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് പലരും രജിസ്ട്രേഷൻ ചെയ്തിട്ടിട്ട് ഒന്നെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് മറ്റുള്ള വിസിറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോകുന്നവരുണ്ട്. അവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രയാസം എക്സാമിനേഷൻ ആണ്. ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, എക്സാമിനേഷന് നമ്മുടെ ഒരു അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടാൽ മതി. എക്സാമിനേഷന് നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടാൽ മതി. ആ സമയത്ത് ഇഗ്നോന്റെ എക്സാം നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് എഴുതിയാൽ മതി. ഇന്ന ഇയറിൽ തന്നെ എഴുതണം, ഇന്ന ഇയറിൽ എക്സാം ഇന്ന ഇയറിൽ ഇന്ന സമയത്ത് തന്നെ എഴുതണം എന്നുള്ള നിർബന്ധമൊന്നും ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വർഷത്തിൽ 2 പ്രാവശ്യങ്ങളായിട്ട് എക്സാമുകൾ നടക്കും. അതിൽ ഏത് സമയത്തും നമുക്കത് ചൂസ് ചെയ്ത് എഴുതാവുന്നതാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു ഇയർ വരുന്നത് വരെ, അക്കാഡമിക് ഇയർ വരുന്നത് വരെ ഒരു എക്സാം എഴുതാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി അവിടെ പഠിക്കുന്ന, ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന, മറ്റു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യാത്ത ഒരുപാട് സ്കോളർഷിപ്പുകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ നൽകുന്നുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിലുകൾ, എന്താണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നൽകുന്ന സ്കോളർഷിപ്പുകൾ, അത് എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ളതൊക്കെ എഡ്ഫിൽ ലേണിംഗിന്റെ യൂട്യൂബ് ചാനലിലൂടെ വിത്തിൻ ഡേയ്സിന്റെ ഉള്ളിലായിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഗ്രൂപ്പിലൂടെയൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ അംഗമായിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ അത്തരം ഡീറ്റെയിൽസുകളൊക്കെ വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം കഴിഞ്ഞതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ആരെങ്കിലും ഇടയിൽ നിന്നിട്ട് ചെയ്യുന്നതല്ല. യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അത്തരം അസിസ്റ്റന്റ് സർവീസുകൾ നടത്തുന്നുണ്ട്. അത് അവർ രജിസ്ട്രേഷൻ ചെയ്യുന്ന അവരുടെ റീജിയണൽ സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള പ്ലേസ്മെന്റ് സർവീസുകൾ ലഭ്യമാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 21 സ്കൂളുകളിലായിക്കൊണ്ട്, നിങ്ങൾ അതിന്റെ ഗൗരവം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. 21 സ്കൂളുകൾ നെറ്റ്വർക്കുകളിലായിക്കൊണ്ട്, 56 റീജിയണൽ സെന്റേഴ്സിലായിക്കൊണ്ട്, 1843 സ്റ്റഡി സെന്ററുകളാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സെന്ററുകളിലായിക്കൊണ്ട് ഒരുപാട് റീജിയണൽ സ്റ്റഡി സെന്റേഴ്സ് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, 15 രാജ്യങ്ങളിലധികം സ്ഥലങ്ങളിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇത്തരം സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ല, ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ല. ഇന്ത്യൻ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന യൂണിവേഴ്സിറ്റി 15 സ്റ്റേറ്റിലധികം സ്ഥലങ്ങളിൽ അതിന്റെ സെന്ററുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത്തരത്തിൽ വ്യത്യസ്തമായ കോഴ്സുകളാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലും നൽകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള സംശയം, ഇത്തരം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളും ഇത്തരത്തിലുള്ള ഫ്യൂച്ചേഴ്സുകളൊക്കെ നൽകുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കും എന്നുള്ളതാണ്. അതിനെ അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്, അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അഡ്മിഷൻ എടുക്കുന്ന ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ
ഗൂഗിളിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കോമൺ ഗൈഡ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കോമൺ ഗൈഡ് എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവും. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു വെബിനാറിന് ശേഷം അത് ഷെയർ ചെയ്യുന്നതാണ്. ആ കോമൺ ഗൈഡ് നിങ്ങൾക്ക് കണ്ടാൽ അതിൻ്റെ പേജ് നമ്പർ 27 പോകുന്ന സമയത്ത് ഓരോ കോഴ്സിൻ്റെയും ഡിഗ്രി മുതൽ അവിടുന്ന് അങ്ങോട്ടേക്ക് PG സർട്ടിഫിക്കേഷൻ കോഴ്സുകളുടെ ഒക്കെ കൃത്യമായിട്ടുള്ള കോഴ്സിന്റെ ഫീസ് എത്രയാണ്, അതിന് വരുന്ന ഡ്യൂറേഷൻ, മിനിമം ഡ്യൂറേഷൻ മുതൽ മാക്സിമം ഡ്യൂറേഷൻ എത്ര വരെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ക്രൈറ്റീരിയകൾ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി കൃത്യമായിട്ട് ഇഗ്നോന്റെ കോമൺ ഗൈഡിൽ നൽകിയിട്ടുണ്ട്. ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നൽകുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പലരുടെയും പിന്നീട് ഉണ്ടാകുന്ന ഒരു സംശയം. അതിൽ ഒന്ന് പറയാനുള്ളത്, പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അത് വർഷത്തിൽ 2 പ്രാവശ്യം, നേരത്തെ എക്സാമിന്റെ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു വർഷത്തിൽ 2 എക്സാം ഉണ്ടാവും എന്നുള്ളത്. ഒരേ ഫസ്റ്റ് ഇയർ എക്സാം തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി അഡ്മിഷനും വർഷത്തിൽ 2 പ്രാവശ്യങ്ങളായിട്ടാണ് നടക്കുന്നത്, ജനുവരി സമയത്തും ജൂലൈ സമയത്തും. ഇപ്പം പ്രധാനമായിട്ടും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വോയിസ് കേൾക്കുന്ന പിന്നീട് യൂട്യൂബിലൂടെയൊക്കെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ ജനുവരി സെഷന്റെ ഈ ഒരു വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ജൂലൈ സെഷന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണ്. അതിൽ ജൂലൈ സെഷന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അവസാനിപ്പിക്കുന്നത് ഈ മാസം, ഇന്ന് 16-ാം തീയതിയാണ്, ജൂൺ 16-ാം തീയതിയാണ്. ഈ ജൂൺ 30-ാം തീയതി വരെയാണ് നിലവിൽ ഇഗ്നോന്റെ അഡ്മിഷൻ അതിന്റെ അവസാന ഡേറ്റ്. ഇതിന്റെ എക്സ്റ്റൻഷൻ ഡേറ്റുകളൊന്നും ഇതുവരെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല, സാധാരണ വരാറില്ല. കാരണം ഒരു വർഷത്തിൽ തന്നെ 2 സൈക്കിളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് 6 മന്ത് കഴിഞ്ഞാൽ ഏതായാലും ജനുവരി മാസമാവും. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ജൂൺ 16-ാം തീയതിയാണ്. വരുന്ന 30-ാം തീയതിക്കുള്ളിലായിട്ട് നിങ്ങൾ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പലപ്പോഴുള്ള ചോദ്യം, അത് അഡ്മിഷൻ നേരിട്ടായിട്ട് എടുത്താൽ മതിയോ, വെറുതെ അപ്ലൈ ചെയ്തിട്ടാൽ മതിയോ? വെറുതെ അപ്ലൈ ചെയ്തിട്ടാൽ മതി. അതിന്റെ ഇഗ്നോന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളുടെ റിസ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്തരം ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അക്ഷയ സെന്ററുകളിലോ ഏതെങ്കിലും നെറ്റ്വർക്കിംഗ് കഫേകളിലോ പോയിട്ടും നിങ്ങൾക്ക് അതിലൂടെ അവരുടെ സഹായത്തോടു കൂടി ഇഗ്നോയിൽ അത്തരം അഡ്മിഷനുകൾ എടുക്കാൻ പറ്റും. പക്ഷെ ചില കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ലഭ്യമല്ല. അത് ഒന്ന് BEd ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ഇല്ല, MBA ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ BSc നഴ്സിംഗ് ചെയ്യാൻ പോകുന്നവർക്കും അത്തരത്തിലുള്ള ഡയറക്റ്റ് അഡ്മിഷൻ ഇല്ല. അവർക്കൊരു എലിജിബിലിറ്റി എക്സാം ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം നെറ്റ്വർക്കിംഗ് കഫേകളിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ യൂസ് ചെയ്തിട്ട് അത്തരം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഞാൻ കൺഫേം ചെയ്യും, അത് അഡ്മിഷൻ എങ്ങനെ ഞാൻ ഉറപ്പാക്കും എന്നുള്ളത് പലർക്കും ഒരു ഡൗട്ടാണ്. ഞാൻ ഇന്ന കോഴ്സിന് തന്നെ എടുത്തത് ശരിയായിട്ടുണ്ടോ, എൻ്റെ അഡ്മിഷൻ ഞാൻ കൊടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും ചോദിച്ചാൽ, വിത്തിൻ 2 മന്ത് കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മെയിൽ ID-യിലേക്ക്, അതുപോലെ മൊബൈൽ നമ്പറിലേക്കും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ മെയിലായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഡിഗ്രി കോഴ്സാണ് ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്നതെങ്കിൽ അതിന് 3 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഒരു PG MA അറബിക് പോലുള്ള കോഴ്സുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റു കോഴ്സുകളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ PG ലെവലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ അതിന് മിനിമം 2 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി. അതിന് മാക്സിമം 4-5 വർഷങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റു അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സുകളൊക്കെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് 6 മന്ത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വാലിഡിറ്റി വരുന്ന ഒരുപാട് സർട്ടിഫിക്കേഷൻ ഡിപ്ലോമ കോഴ്സുകളും ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, പലരും നേരത്തെ ഞാൻ പറഞ്ഞ വാക്കിൽ ഒരു സംശയം വരും, ആ അഡ്മിഷൻ എങ്ങനെ കൺഫേം ചെയ്യും എന്നുള്ളിടത്ത് ഞാൻ വെച്ചിട്ടുള്ള സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൺഫർമേഷൻ മെയിലിൻ്റെ ഒരു മോഡലാണ്.
ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ അതിൻ്റെ വെബ്സൈറ്റിലൂടെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ ഈ ഒരു മെയിൽ ലഭിക്കും. അതായത് നിങ്ങളുടെ പേര് വെച്ചുകൊണ്ട് ഇഗ്നോൻ്റെ ഗ്രീറ്റിംഗ്സോട് കൂടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രോഗ്രാം ഏതാണ്, ശ്രദ്ധിക്കണേ, നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രോഗ്രാം ഏതാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ നമ്പർ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി സെൻറ്റർ അവർ കൊടുക്കും. ആ സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡ്, അതോടൊപ്പം തന്നെ ആ സ്റ്റഡി സെൻറ്ററിൻ്റെ അഡ്രസ്സ് പോലുള്ള നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സിലെ ഓരോ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് മെയിലാണ് വെരിഫിക്കേഷൻ മെയിൽ ഓർ കൺഫർമേഷൻ മെയിലായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയച്ച മെയിലിലേക്ക് അയക്കാറുള്ളത്. അതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫീസ് അടിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ മെയിലായിട്ട് ലഭിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരുപാട് വലിയ എലിജിബിലിറ്റീസോ അല്ലെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസോ ഒന്നും അഡ്മിഷൻ സമയത്തില്ല. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറൈസ് ആണ് രജിസ്ട്രേഷൻ ഉള്ളത് എന്നുള്ളത് സാന്ദർഭികമായിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഇത്തരം ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഇത്തരത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സുകളുള്ള, ഇത്തരത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് നിറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എങ്ങനെ അഡ്മിഷൻ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ എല്ലാവർക്കും സെൽഫായിട്ട് കഴിയുമെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷെ എങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് പല യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പം ഇനി സെൽഫായിട്ട് ചെയ്യുന്ന, സ്വന്തം റിസ്കിൽ സെൽഫായിട്ട് ചെയ്യുന്നവരും അതല്ലെങ്കിൽ അക്ഷയ സെന്ററുകളിൽ ചെയ്യാൻ പോകുന്നവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എഡ്ഫിൽ ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് MA അറബിക് പോലുള്ള ഒരു വളരെ റയറായിട്ടുള്ള, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഡിസ്റ്റൻസ് ആയിട്ട് കൊടുക്കാത്ത ഒരു ഡിഗ്രി, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ജൂലൈ സെഷനിൽ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ അതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ ഞാൻ വരുന്ന സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസ് സ്ട്രക്ചറോട് കൂടി വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള, നമ്മൾ പഠിച്ച നിലവിൽ കേരളത്തിലെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ, കേരള യൂണിവേഴ്സിറ്റി പോലെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലെ, മറ്റു ഭാരതീയർ യൂണിവേഴ്സിറ്റി പോലെ തുടങ്ങിയ ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത്തരം മാസ്റ്റേഴ്സ് ഡിഗ്രി അവൈലബിൾ ആണ്. പക്ഷേ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. കാരണം ഇതൊരു വെബിനാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം ഒരു വാദമല്ലല്ലോ, നിങ്ങൾക്കും കമ്പയർ ചെയ്യാൻ പറ്റും. ഇത്തരം ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സിലബസുകൾ പരസ്പരം കമ്പയർ ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ട് MA അറബിക്ക് ഞാൻ സെലക്ട് ചെയ്യണം, അതും ഈ ഒരു ജൂലൈ സെഷനിൽ തന്നെ ഞാൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് സെൽഫായിട്ട് മറ്റ് യൂണിവേഴ്സിറ്റികളുടെ MA അറബിക്കിൻ്റെ സിലബസും അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സിലബസും കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇനി MA അറബിക്ക് എന്നുള്ളതല്ല, അത് ഡിഗ്രി ലെവലുള്ള കോഴ്സായാലും PG ലെവലുള്ള കോഴ്സായാലും ജസ്റ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ വ്യക്തമാവും. അത്രയും സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ. സിലബസ് മാത്രമല്ല, എക്സാമുകൾ അടക്കം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ എഡ്ഫിൽ ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു വെബിനാറിന് ശേഷം അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതുമാണ്. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അത്തരത്തിൽ നിങ്ങൾ സെൽഫായിട്ട് അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെങ്കിൽ ഈ ഒരു വെബിനാറിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം കറൻ്റ്ലി ഉള്ള ആളുകൾ പലരും ഒറ്റ ജില്ലയിൽ നിന്ന് വരുന്നവരോ ഒരൊറ്റ ഏരിയയിൽ നിന്ന് വരുന്നവരോ എന്നല്ല, വ്യത്യസ്ത ഏരിയകളിലുള്ളവരാണ്. ഈ ഒരു വോയിസ് കേൾക്കുന്നവരൊക്കെ വ്യത്യസ്ത ഏരിയകളിലുള്ളവരാണ്. അപ്പം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 സെൻറ്ററുകളാണ് കേരളത്തിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി അലോക്കേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കൊച്ചി ഏരിയ ആണ്, എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്ററാണ്. രണ്ടാമത്തേത് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ട് വടകര സെൻറ്ററാണ്. മൂന്നാമത്തെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് ആണ് മൂന്നാമത്തെ സെൻറ്റർ ഉള്ളത്. ഈ കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ പോലുള്ള ഏരിയകൾക്ക് വളരെ തൊട്ടടുത്തുള്ളതാണ് വടകര. സെലക്ട് ചെയ്താൽ മതി. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജില്ലകൾ, ആ ജില്ലകളിലുള്ളവർ
തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊട്ടടുത്തുള്ള സമീപത്തുള്ള ജില്ലകൾക്ക് തിരുവനന്തപുരം എന്നുള്ളതാണ് നിങ്ങൾ സെൻറ്ററായിട്ട് റീജിയണൽ സെൻറ്ററായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. എറണാകുളവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ട്രാവൽ ചെയ്യാൻ ഏറ്റവും അടുപ്പമുള്ള ജില്ലകൾ, എറണാകുളം ജില്ലയിലേക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും അടുപ്പമുള്ള ജില്ലയിലുള്ളവർ തിരഞ്ഞെടുക്കേണ്ടത് കൊച്ചിൻ സെൻറ്ററാണ്. ഇതിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വടകര ആണ് ഇപ്പോൾ കാലിക്കറ്റുമായി നിയറസ്റ്റ് കിടക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം, കണ്ണൂർ ജില്ലകൾ. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടിക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് അവനിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റഡി സെന്റർ, റീജിയണൽ സെന്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് അക്ഷയെന്ന് ചെയ്യുന്ന സമയത്തായാലും സെൽഫായിട്ട് ചെയ്യുന്ന സമയത്തായാലും പ്രത്യേകം നിങ്ങൾ നോക്കേണ്ടത് സെന്റേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷന്, നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്, നിങ്ങളുടെ പ്രൊജക്റ്റിന് എല്ലാത്തിനും അത് പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഇനി അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള ഒരു കുട്ടി, ഒരാള് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ അത്തരം സെന്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കത് സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഇപ്പം മലപ്പുറത്തുള്ള ഒരാൾ ഏറ്റവും തിരഞ്ഞെടുക്കേണ്ടത് വടകര റീജിയണൽ സെന്ററാണ്. വടകര റീജിയണൽ സെന്റേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്ത് വരും ഏത് കോളേജാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കോളേജാണ് കോഴിക്കോട് ജില്ലയിലുള്ള JDT ഇസ്ലാം എന്നുള്ളൊരു കോളേജ്. അതോടൊപ്പം തന്നെ മലപ്പുറം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ PSMO കോളേജ് പോലുള്ള, ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കണ്ണൂരിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഒരുപാട് കോളേജുകൾ ഈ വടകര സെന്ററിന്റെ അടിയിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ റീജിയണൽ സെന്റേഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താക്കുക, പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ട സെന്റർ നിങ്ങൾ എവിടെയാണോ റീജിയണൽ സെന്റർ തിരഞ്ഞെടുത്തത് അവിടെ ആയിരിക്കും. അപ്പോൾ അക്ഷയയിൽ പോയിട്ട് എനിക്ക് ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് പോന്നാൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സെന്റർ ആണ്ട് കൊടുത്തു. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് അവസാനം അനുഭവിക്കേണ്ടി വരും നമ്മളായിരിക്കും. അപ്പോൾ മാക്സിമം സെന്റേഴ്സ് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം സമയത്ത് മാത്രം എന്താക്കുക, നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നൽകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ബാക്കിയുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ സിമ്പിളാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ഒരു സംസാരത്തിന് ശേഷം നിങ്ങളുടെ വെബിനാറിലിടും. ഈ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, MA അറബിക് എന്നുള്ള കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും നന്നാവാം. കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. കോമൺ ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സംസാരിക്കാം. ഇനി നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സിൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഞാൻ ഈ സംസാരത്തിന് ശേഷം ചെക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ ഒരു കമന്റ് വന്നിട്ടുള്ളത് ഗൾഫ് കൺട്രീസിൽ ഉള്ളവർ എന്ത് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ ഖത്തറിലെ സെന്റർ ഉണ്ടോ എന്നുള്ളത്. അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഖത്തറിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഉള്ള സെന്റർ തിരഞ്ഞെടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന്റെ ഗൾഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഗൾഫിലുള്ളവർക്ക് ഏറ്റവും നന്നാവും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള സെന്റർ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ലീവിന് അതിനനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് വന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സാം എഴുതാവുന്നതാണ്. എക്സാമിനേഷൻ്റെ ഒക്കെ പാറ്റേൺ കണ്ടാൽ ഒരു പക്ഷേ പലരും ഒരു എന്താ പറയുക അത്ഭുതം തോന്നുന്ന രൂപത്തിലാണ് അവരുടെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒക്കെ ഉള്ളത്. അത്രയും വളരെ സിമ്പിളാണ്. വേറെ എന്തെങ്കിലും എക്സാമുമായി ബന്ധപ്പെട്ടിട്ടോ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നുള്ളൂ. അഡ്മിഷൻ്റെ സമയത്ത് PGയുടെ കൂടെ DLED കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഈ ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത. ഒരേ കോഴ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ PGയും കൂടിയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ആസ്ക് ടു എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. UAE-ലുള്ളവർക്ക് അവിടെ സെൻറ്റർ ഇല്ല. നാട്ടിലാണ് ഞാൻ ഫോറിൻ കൺട്രീസ് എന്നുള്ളത് മാത്രമേ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സെന്റേഴ്സ് ഏതാന്നുള്ളത് സെന്റേഴ്സ് അഡ്മിഷൻ സമയത്ത് സെലക്ട് ചെയ്യുമ്പോഴേ ഏതൊക്കെ രാജ്യങ്ങളിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഞാൻ വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് UAE ഖത്തറാണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ അറിയിച്ചു തരാം.
സർ ഞാൻ കൊല്ലമാണേ. ഓക്കെ, ചിലര് ചോദിക്കുന്നുണ്ടോ? സർ ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ കൊല്ലമാണ്. അന്നേരം എനിക്ക് ഏറ്റവും എളുപ്പം സെന്റർ ട്രിവാൻഡ്രം ആയിരിക്കില്ലേ? എങ്ങനെയായിരുന്നു? സെന്റർ വെക്കുമ്പോൾ ട്രിവാൻഡ്രം ആയിരിക്കില്ലേ വെക്കേണ്ടത്? അത് തന്നെ ആയിരിക്കും നന്നാവാം. സാറേ, ഈ ഗൾഫിലുള്ളവർക്ക് നമ്മൾ ആ. ലീവിൽ വരുന്ന സമയത്ത് ടെസ്റ്റ് എഴുതാൻ കഴിയുമോ? അതെ, എഴുതാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പല സമയത്തായിരിക്കുമല്ലോ ലീവിന് വരിക. അപ്പൊ ഈ 1 year കംപ്ലീറ്റ് ആയാൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെ ഇതുണ്ടോ? എല്ലാവർക്കും ഓഡിബിൾ? ഹലോ, ഓക്കെ, എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതില് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇഗ്നോന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇരിക്കാൻ പോവാണ്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, ഞാൻ അതാണ് പറഞ്ഞു വന്നത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെയല്ല. ഇഗ്നോ യൂണിവേഴ്സിറ്റി പറയും 2023 ജൂലൈ സെഷനിൽ അഡ്മിഷൻ നമ്മൾ എടുത്താൽ അതിന്റെ ഫസ്റ്റ് ഇയർ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക, സെക്കൻഡ് ഇയർ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതിന്റെ ടൈം ഷീറ്റ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്തിരുന്നു. മാത്രമല്ല, നമ്മുടെ റീജിയണൽ സെന്ററിൽ നിന്ന് അതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ ഈ ഒരു ജൂലൈയിൽ അഡ്മിഷൻ എടുത്തു. സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാം ഉണ്ടാവാൻ നെക്സ്റ്റ് ഇയറിൽ ജൂൺ ടു ഓഗസ്റ്റ് മാസത്തിന്റെ ഇടയിലായിട്ടാണ് എക്സാം ഉണ്ടാവുക, ഫസ്റ്റ് ഇയറിന്റെ എക്സാം ഉണ്ടാവുക. ഫസ്റ്റ് ഇയറിന്റെ എക്സാം എങ്ങനെയാണ്, അതിന്റെ രൂപം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അസിബ് സാർ ഇവിടെ സൂചിപ്പിക്കും. ഫസ്റ്റ് ഇയറിന്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാം അടുത്ത ജൂൺ ടു ജൂലൈന്റെ 2024 ജൂൺ ടു ഓഗസ്റ്റിന്റെ ഇടയിൽ എഴുതാൻ പ്രയാസമുണ്ട്, ഞാൻ ആ സമയത്ത് നാട്ടിൽ ഉണ്ടാവില്ല എന്ന് തോന്നിയാൽ ആ ഇയറിന്റെ എക്സാമിനേഷൻ ഫോം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ മതി. നെക്സ്റ്റ് ഇയറിന്റെ നിങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, നിങ്ങൾ എപ്പോഴാണോ നാട്ടിൽ അവൈലബിലിറ്റി ഉണ്ടാവുക ആ സമയത്തുള്ള എക്സാമിനേഷൻ ഫോം നിങ്ങൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒഫീഷ്യലായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി ഓൺലൈനിലൂടെ. വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ആ സമയത്ത് രജിസ്ട്രേഷൻ ഫീസ് എക്സാമിൻ്റെത് അടിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം ഇഗ്നോ യൂണിവേഴ്സിറ്റി എക്സാമുകൾ നമുക്ക് അവൈലബിൾ അനുസരിച്ചിട്ട് നമുക്ക് എന്താക്കാം, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത് അവസാനമായിട്ട് പറയാനുള്ളത്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന, നേരത്തെ പറഞ്ഞല്ലോ, സെന്റർ വളരെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. സെന്റർ തിരഞ്ഞെടുത്താൽ നിങ്ങൾ യാതൊരു പേടിയും പേടിക്കേണ്ട. സെന്ററിൽ നിന്ന് നിങ്ങൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഒഫീഷ്യലായിട്ടുള്ള സെന്റർ കോർഡിനേറ്റർ, ഇഗ്നോന്റെ കോർഡിനേറ്റർ കൺട്രോൾ ചെയ്യുന്ന ഒഫീഷ്യൽ വാട്സപ്പ് കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. മാത്രമല്ല, എഡ്ഫിൽ ഗ്രൂപ്പിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡൗട്ട്സുകൾ ചോദിച്ചാൽ അഡ്മിന്മാർ അതിന് കൃത്യമായിട്ടുള്ള ക്ലിയറൻസ് തരും. രണ്ടാമത്തത് പ്രധാനമായിട്ടും പറയാനുള്ളത്, അത്തരം സെന്ററുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാന്നാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്, നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിച്ചാൽ അതിൻ്റെ ആൻസറുകൾ ഞാനായിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് MA അറബിക്, MA അറബിക്കിൻ്റെ സിലബസ്, MA അറബിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പം അസിബ് സാർ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്കി ഡീറ്റെയിൽസ് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഡിയസ്, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നില്ലേ? ഒന്ന് യെസ് ഓർ നോ? ഓക്കെ. വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് അസിസ്റ്റർ സാർ പറഞ്ഞതിൽ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ 1-2 കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാം. ഒന്ന്, നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ റീജിയണൽ സെന്റർ ആണ് ഈ സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ റീജിയണൽ സെന്റർ ആണ്. അതായത് കൊച്ചി, വടകര, ട്രിവാൻഡ്രം എന്ന് പറയുന്നത്
റീജിയണൽ സെന്റർ ആണ്. അപ്പൊ ഇതിന്റെ സബ് സെന്റർ ആയിട്ടുള്ള സ്റ്റഡി സെന്റർ ഉണ്ടാവും. അപ്പൊ നിങ്ങളിപ്പോ കൊല്ലത്തുള്ള ആളാണെങ്കിൽ കൊല്ലത്ത് നിങ്ങളുടെ അടുത്തിട്ടുള്ള ക്യാമ്പസ് കിട്ടും. ഇപ്പൊ ഇവിടെ മലബാർ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പറയാൻ പറ്റിയ കുറച്ച് ജില്ല ഇത് പറയുകയാണെങ്കിൽ, ഒന്ന് കോഴിക്കോടാണെങ്കിൽ JDT സ്റ്റഡി സെന്റർ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ PSMO കോളേജ് സ്റ്റഡി സെന്റർ ആണ്. വടകര കോർപ്പറേറ്റീവ് കോളേജ് ഉണ്ട്. അങ്ങനെ കുറച്ച് കോളേജസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ പോയി പരീക്ഷ എഴുതണമെന്ന്. പരീക്ഷ സെന്റർ കുറച്ചും കൂടി അടുത്ത് തന്നെയാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാ ജില്ലക്കാരും ഉണ്ട്. കൊച്ചി കൊടുക്കുന്ന ആൾക്കാർ ഒരു മധ്യ കേരളത്തിലുള്ള ആൾക്കാർ. ഇപ്പൊ പാലക്കാട്, നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ കിട്ടും. ഇപ്പൊ വടകര കൊടുത്താൽ എല്ലാവരും വടകരക്ക് പോകണമെന്നില്ല. മലപ്പുറത്തുകാർക്ക് മലപ്പുറത്ത് പരീക്ഷ എഴുതാം. കൊടുക്കേണ്ട റീജിയണൽ സെന്റർ എവിടെ ആയിരിക്കണം? നിങ്ങൾ പിന്നെ ട്രിവാൻഡ്രം ആണെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രം, ഇപ്പൊ തെക്ക് ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോ കൊല്ലം, ആലപ്പുഴ ആ ഭാഗത്തുള്ള ആൾക്കാർ, ആലപ്പുഴക്കാർക്ക് എറണാകുളം കൊടുക്കാം, അല്ലെങ്കിൽ തിരുവനന്തപുരം കൊടുക്കാം. കൊല്ലക്കാർക്കൊക്കെ ഏറ്റവും അടുത്തുള്ള ട്രിവാൻഡ്രം ആണല്ലോ, അപ്പൊ ട്രിവാൻഡ്രം കൊടുക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞ സ്റ്റഡി സെന്ററുകളുടെ ലിസ്റ്റ് നമ്മൾ തരാം, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണും ഏതൊക്കെ ജില്ല എന്നുള്ളത്. നമ്മൾ വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ നേരെ അറബിക്കിലേക്ക് പോവാം കേട്ടോ. അറബിക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയിൽ കാത്തുക്കുന്ന സംഗതിയാണ് MA അറബിക് എന്ന് പറയുന്ന കോഴ്സ്. നിങ്ങൾക്കറിയാം, ഇഗ്നോയിൽ നിരന്തരമായിട്ട് ആളുകളുടെ ആവശ്യപ്രകാരം ഇഗ്നോ കഴിഞ്ഞ ടേം തുടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര വാല്യൂ ഉണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പല ആൾക്കാരും പറയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ മോശമല്ല, എല്ലാ യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് UGCയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ അപ്രൂവലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ചേഞ്ച് വരുത്തുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്കുകൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇഗ്നോനെ പ്രൊമോട്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾ എങ്ങനെ പഠിച്ചാലും മതി, പക്ഷെ നിങ്ങൾക്ക് മറ്റു യൂണിവേഴ്സിറ്റികളിൽ പഠിക്കേണ്ട അത്ര കണ്ടന്റ് പഠിക്കാണ്ട്, അഥവാ അത്ര സബ്ജക്റ്റുകൾ പഠിക്കാണ്ട് നിങ്ങൾക്കൊരു മാസ്റ്റർ ഓഫ് ആർട്സ് UGC ക്വാളിഫൈഡ് ആയിട്ടുള്ള PAC അംഗീകൃതമായിട്ടുള്ള നെറ്റും JRF ഒക്കെ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ സംഗതി, കാരണം കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ലഭിക്കുക. അതാണ് MA അറബിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ MA അറബിക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയാണ്. ഒന്ന്, പ്രോഗ്രാംസിന്റെ പേരാണ് MAARB എന്ന് പറയുന്ന ഒരു പേരാണ്. മിനിമം ഡ്യൂറേഷൻ വരുന്നത് 2 ഇയർ ആണ്. 2 വർഷം നിങ്ങൾക്ക് കൊണ്ട് തീർക്കാം. നിങ്ങൾക്ക് പരമാവധി 4 വർഷം വരെ നീട്ടിക്കൊണ്ടുപോകാം. അപ്പൊ ചില ആൾക്കാർ ഇതൊരു അടവാക്കി എടുക്കരുത്. പരമാവധി നിങ്ങൾ 2 ഇയേഴ്സിന്റെ ഉള്ളിൽ തന്നെ തീർക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നേരത്തെ SSR പറഞ്ഞല്ലോ 2 സൈക്കിൾ ഉണ്ട് എന്നുള്ളത്. എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും പെട്ടെന്ന് 6 മന്ത് മുമ്പ് തന്നെ തുടങ്ങാം. അപ്പൊ നമ്മൾ 1 ഇയറിന് മുമ്പ് പരീക്ഷ എഴുതി കൃത്യമായി വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അത് പിന്നെ ഫീസ് വരുന്നത് 10,800 ആണ്. എന്ന് വെച്ചാൽ ഇഗ്നോയുടെ ഫീസാണ്. ചെറിയ വേരിയേഷൻസ് ഒക്കെ സാധാരണ ഞാൻ ഡിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ച സമയത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ കുറച്ച് പൈസ കുറയുണ്ട്, പക്ഷെ കണ്ണൂരൊന്നും ഇല്ല. SN കൺഫേം ആയിട്ടില്ല. പക്ഷെ നമ്മൾ ഫ്യൂച്ചർ സെറ്റ് എന്നുള്ള നിലക്ക് കുറച്ച് പൈസന്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും ഇഗ്നോ ഇസ് ബെറ്റർ എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു ഇതാണ്. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് അടക്കേണ്ട ആവശ്യമില്ല. 2 ഘട്ടമായിട്ട് 2 ഇയർ ആയിട്ട് അടച്ചാൽ മതി. പിന്നെ ഒരു PSC എല്ലാ അപ്രൂവൽ ആയിട്ടുള്ള, അപ്പൊ നിങ്ങൾക്കറിയാം ലോക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഒരുപാട്, അവരുടെ സംഗതികളാകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് എത്രയും അപ്രൂവൽ ആയിട്ടുള്ള ഒരു സംഗതി എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇത് 2 ഘട്ടമായിട്ട് ഫീസ് അടയ്ക്കാം. മിനിമം ഏജ് നോ ബാർ, മാക്സിമം ഏജ് നോ ബാർ. എന്ത് പ്രായമുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. ഓക്കെ, ഞാനിത് പറഞ്ഞതിന് ശേഷം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇതിന് കേട്ടോ ഫീ ഫോർ ദ ഫുൾ പീരീഡ് സെമസ്റ്റർ ആണോ? ഇയർ ആണ് കേട്ടോ. ഇയർ എക്സാം ആണ് ഉള്ളത്. സാധാരണ സെമസ്റ്റർ ആണ് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യമല്ല, ഇഗ്നോയുടെ MA അറബിക് എന്ന് പറയുന്ന ഇയർലി നടക്കുന്ന 2 എക്സാം ആണ്. ഫീ എന്ന് പറയുന്നത് ഫോർ ദ ഫുൾ പീരീഡ് ഓഫ് ദ പെയ്ഡ് 10,800 ആണ്. അതിൽ ഫസ്റ്റ് 5,400 ഇൻ ഫസ്റ്റ് ഇയർ, 5,600 പിന്നീട്, പിന്നെ രജിസ്ട്രേഷൻ ഫീസ് 200 രൂപ. ഓക്കെ, എനിക്കറിയാം നമുക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ വളരെ സുഖകരമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം ലിങ്ക് കൊടുത്തു. ലിങ്ക് അടക്കം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, അഡ്മിന്മാരോട് ചോദിക്കാം. ആ ഗ്രൂപ്പ് ഒന്നായിട്ട് വേണമെങ്കിൽ ചില സമയത്ത് നമുക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരാം. ഫീസിന്റെ കാര്യം മനസ്സിലായല്ലോ. ഫീസൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, പേഴ്സണലി പറയാണ്,
നിങ്ങൾ MA അറബിക് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പെട്ടെന്ന് എടുക്കണം. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഹയർ ക്വാളിഫിക്കേഷൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജോലി ചെയ്തോളൂ, നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ നല്ല അടിച്ച് കയറിയിട്ട് വരികയാണ്. അവരടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫുൾ ക്വാളിഫൈഡ് ആയെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കണം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലർ ഇൻ അറബിക്കിൽ ഡിഗ്രി വേണം. ഓക്കെ, അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ എനി സബ്ജക്ട്. നിങ്ങൾക്ക് വേറെ ഏതിലും ഡിഗ്രി ഉണ്ടായാലും മതി, പക്ഷെ വിത്ത് അറബിക് ആസ് എ സബ്ജക്ട്, അതിൽ ഏതെങ്കിലും ഒരു പേപ്പർ സബ്ജക്ട് ആയിരിക്കണം. ഇനി അതല്ലെങ്കിൽ ബാച്ചിലർ ഇൻ എനി, ഇപ്പൊ അറബിക്കിൽ ഡിഗ്രി പറഞ്ഞാൽ BA അഫ്ലലുമ, BA അറബിക്, BA പിന്നെ അങ്ങനത്തെ സാധനങ്ങളുണ്ടോ, ഏതും പറ്റും, ഡബിൾ മെയിൻ ഒക്കെ പറ്റും. പിന്നെ ഇപ്പൊ വേറൊരാൾ BA ഇംഗ്ലീഷ് എടുത്തു, പക്ഷെ അതിലൊരു പേപ്പർ അറബി ആണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, MA അറബിക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സബ്ജക്ട് ബാച്ചിലർ ഇൻ എനി സബ്ജക്ട് വിത്ത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ അറബിക് വിത്ത് ഡീപ്പ് ഇൻട്രസ്റ്റ് ഇൻ അറബിക്. ഒരാള് ഡിഗ്രി എടുത്തു, പക്ഷെ ആ ഡിഗ്രിയിൽ അറബി സബ്ജക്ട് ഇല്ല, പക്ഷെ അയാൾക്ക് ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും പിന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ വേണം. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കിട്ടൽ കുറവുള്ള കോഴ്സുകളാണ്. നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. ഇഗ്നോയുടെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ല സാധാരണ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ദാവ കോളേജ് അല്ലെങ്കിൽ ശരിയ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് പറ്റാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർട്ടിഫിക്കറ്റ് എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം. അപ്പൊ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അറബിക് ടച്ച് ഉള്ള ഏതൊരാൾക്കും MA അറബിക്കിന് അപ്ലൈ ചെയ്യാം, ഡിഗ്രി ജയിച്ചാൽ മതി. ഓക്കെ, പിന്നെ എന്താണ് സിലബസ് എന്ന് പറയുന്നത്? സിലബസിന്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഒരു വലിയൊരു ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളെ ഫസ്റ്റ് ഇയർ എക്സാമിന്റെ സിലബസ് ആണ് ഞാൻ കൊടുക്കുന്നത്. 4 കോഴ്സുകളാണ്, 4 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഭാഗം, ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ഭാഗം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 ട്രാൻസ്ലേഷൻ, 3 അറബിക് പ്രോസ് ആൻഡ് പോയട്രി. നിങ്ങൾക്കറിയാലോ പ്രോസ് ആൻഡ് പോയട്രി. കോഴ്സ് നമ്പർ 4 വരുന്നത് പ്രൊജക്റ്റ് ആണ്. പ്രൊജക്ട് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ കൊടുക്കേണ്ടതാണ്. അതിന് കംപ്ലീറ്റ് സപ്പോർട്ട്, പെൻഫിൽ അടക്കം സപ്പോർട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തരുന്നതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതാണ് നിങ്ങളെ 1 ഇയർ. ആകെ 3 പേപ്പർ പരീക്ഷ ചെയ്ത ഒരു സബ്ജക്ട് കൊടുത്താൽ നിങ്ങളെ 1 ഇയർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതാണ് MA അറബിക്കിന്റെ വാല്യൂ ഞാൻ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇതെങ്ങനെ പഠിക്കുക എന്നുള്ളതിന്റെ ഒരു സിസ്റ്റം എഡ്ഫിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി പ്രൊവൈഡ് ചെയ്ത് തരും. പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാകുന്ന രൂപത്തിൽ കൃത്യമായിട്ടുള്ള വർക്ക് പ്ലാൻ നമ്മൾ തരുന്നുണ്ട്. അത് ഞങ്ങൾ പിന്നെ പറയാം. നിങ്ങളിപ്പോ ചെയ്യേണ്ടതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇയർ ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവിന്റെ പ്രൊഫഷൻസി 2ാമത്തെ ഭാഗം, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷന്, പിന്നെ അറബിക് പ്രോസ് ആൻഡ് പോയട്രി, പിന്നെ പ്രൊജക്ട്. ഈ പ്രൊജക്ട് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചർ അറബിക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്ട് ആണ്. ഈ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത 2nd ഇയറും ക്ലാസ്ഡ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ തഹിയത്തു വൽ മആരിഫ് പഠിച്ചല്ലേ? യെസ് ഓർ നോ പറ. അൽവത്തുൽ അറബിയ ഒക്കെ സിമ്പിൾ അല്ലേ? ഓക്കെ, പറ, നിങ്ങൾ പറ. അൽവത്തുൽ അറബിയ സിമ്പിൾ ആണടാ. കമന്റ്. ഓക്കെ, യെസ്. അൽ ജാമിയ സിയാഹ, ഇത് ഈ അറബിക്കിന്റെ കേസ് പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ സാധനം. മദീനത്തു ദിൽഹി, ഇത് ഈ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഈ എന്താ പറയാ അൽ അറബി അൽ ഹയാത്തിനൊക്കെ പോലെയുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടുള്ളത് രണ്ടാമത്തേത് അതാണ് ഒന്നുള്ളത്. പിന്നെ മറ്റ് ട്രാൻസ്ലേഷൻ മേഖലയിലുള്ള മെഡിക്കൽ ട്രാൻസ്ലേഷൻ, ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ, ഫസ്റ്റത്തെ കുറച്ചും കൂടി സിമ്പിൾ ആണ്. രണ്ടാമത്തത് കുറച്ച് ട്രാൻസ്ലേഷൻ മെത്തഡോളജി വെച്ചിട്ടുള്ള കുറച്ച് ഏരിയകളാണ്. മൂന്നാമത്തത് വരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ, എന്താ മനസ്സിലാവും. ഇപ്പോ ഖലീൽ ജിബ്രാൻ, തോഹ ഹുസൈൻ, മുസ്തഫ ലുത്ഫി മൻഫുലൂത്തി, മോഡേൺ അറബ് വേൾഡുമായി ബന്ധപ്പെട്ട് അറബിക് പ്രോസ് ആൻഡ് പോയട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, മുഹമ്മദ് തൈമൂർ, യൂസുഫ് ഇദ്രീസ്, സക്കരിയ താമിർ, ഇവരൊക്കെ കുറിച്ചിട്ട് പറയുന്ന, അതായത് പ്രോസും പോയട്രിനെയും കുറിച്ചിട്ടുള്ള ലിറ്ററേച്ചർ ഭാഗമാണ്
മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഏരിയ നെഹ്വിന്റെ ഭാഗം, രണ്ടാമത്തെ ഏരിയ ട്രാൻസ്ലേഷന്റെ ഭാഗം, മൂന്നാമത്തെ ഏരിയ ലിറ്ററേച്ചറിന്റെ ഭാഗം. ഇങ്ങനെ 3 ഏരിയകളായിട്ട് തിരിക്കുന്ന രൂപത്തിലാണുള്ളത്. ഇപ്പൊ കണ്ടോ, അഡ്വാൻസ്ഡ് ഗ്രാമാറ്റിക്കൽ പ്രൊഫഷ്യൻസീസ് ടൂല് സെക്കൻഡ് ഇയറിലുള്ള കാണിക്കുന്ന കാര്യങ്ങളാണ്. ദൗറുൽ ഹാസൂബു ഫി ഹയാത്തിഹ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ആണ്. പക്ഷെ എന്നാലും പഠിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ ജയിക്കൂല. നമ്മൾ കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട സംഗതിയാണ്. പിന്നെ ഈ അഡ്വാൻസ് ജനറൽ ട്രാൻസ്ലേഷനിൽ ട്രാൻസ്ലേഷന് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കും. അതിന് പല കാരണമുണ്ട്. ട്രാൻസ്ലേഷനും അദബും നെഹവും ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. നമുക്ക് പല റൂൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് സുഖമാണ്, അതൊന്നും പഠിക്കണ്ട. പക്ഷെ അദബും നെഹവും അതും പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് സുഖം എന്താ വെച്ചാൽ നെറ്റിന് ഉപകാരപ്പെടും. അതേപോലെ തന്നെ പ്രൊഫഷണലി ട്രാൻസ്ലേഷൻ മേഖലയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് ഡൽഹി ബേസിലൊക്കെ ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് ഭയങ്കര വാലിഡ് ആണ്. കാരണം അവിടെ ട്രാൻസ്ലേഷന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ. ഇപ്പൊ കുറെ ആൾക്കാർ പറയണ്ടേ ഇഗ്നോ ഭയങ്കര ടഫാണ്. ഇഗ്നോയിൽ പഠിച്ചാൽ ടഫാണെന്ന് വിചാരിക്കുന്നത് ഇഗ്നോ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് സിലബസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര സിമ്പിൾ ആണ്, എത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇവർ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ, സമയം വെറുതെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പ്രീ ഇസ്ലാമിക് പ്രോസ് ആൻഡ് പോയട്രി, ഉമയ്യ പീരീഡ്, ബുഹുത്തുരി, അബൂത്തമ, മുത്തുനബി, ഇവരൊക്കെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ക്ലാസിക്കൽ അറബിക് പ്രോസ് ആൻഡ് പോയട്രി എന്ന് പറയുന്ന ഭാഗമാണ്. മറ്റേ നിങ്ങള് പ്രൊജക്ട് അസൈൻമെന്റ് ഒക്കെ നിങ്ങൾ എഴുത്താണ്, കൈകൊണ്ട് എഴുതി കൊടുക്കേണ്ട സംഗതികളാണ്. അത് നമ്മൾ പറഞ്ഞു തന്നെ അതിന്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരെ കൊടുത്ത് എഴുതി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി പിന്നെ പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് നടന്ന ജൂൺ ഈ മാസം നടന്നിട്ടുള്ള ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് കാണിച്ചു തരാം. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് 3 hours ആണ് ഉള്ളത്. MA അറബിക് ടേം എൻഡ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഒറ്റ എക്സാം ആണ്, ലാസ്റ്റ് ഇയർ എക്സാമിനേഷൻ ആണ്. ഇത് വായിക്കാൻ റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് റൈറ്റ് 10 കോമൺ വേർഡ്സ്. ക്വസ്റ്റ്യൻ ഒക്കെ ഇംഗ്ലീഷിലും വരും. പിന്നെ എക്സ്പ്രഷൻസ് എഴുതാൻ, ഗ്രീറ്റിംഗ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഇൻ ദ അറബിക്. ഇതിൽ വായിച്ചിട്ട് ഗ്രീറ്റിംഗ് ഇൻട്രൻസ് എഴുതാന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഇപ്രാവശ്യം ഭയങ്കര സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നത്. കാരണം എന്താ വെച്ചാല് ഇപ്രാവശ്യം ഫസ്റ്റ് ടീമാണ്, അപ്പൊ അവരെ ജയിപ്പിച്ചിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ കൃത്യമായ വർക്കൗട്ടും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ തരാം. ഇന്നാൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റും. ഞാനത് സിംപ്ലിസിറ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ ആകെ വന്നത്. ഒക്കെ വലിയ വലിയ മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ്, ഫുള്ള് എസ്സേ എഴുതുന്ന ടൈപ്പുള്ള രീതികളാണുള്ളത്. ഓക്കെ, പിന്നെ അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അതിന് മുമ്പ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കമോൺ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോളെ. ഹലോ, ഇതാണ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഹലോ, ആ ഞാൻ ഡിഗ്രിക്ക് എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് അറബിക് ആയിരുന്നില്ല. ഞാൻ BSc മാത്സ് ആണ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഞാൻ കേരള പരീക്ഷാ ഭവൻ നടത്തുന്ന അറബിക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് 2017 പാസ്ഡ് ആണ്. കാറ്ററ്റ് ജനറൽ കാറ്റഗറി 4 അറബിക് പാസ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് MAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഡിഗ്രി ഏതായിരുന്നു? ഡിഗ്രി BSc മാത്സ് ആണ്. എന്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. ആ കോളേജ് അന്ന് അറബിക് പ്രൊവൈഡ് ചെയ്ത്. പക്ഷെ ഞാൻ ഇതില് നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, പിന്നെ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പിന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് ജസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്, അതായത് ബാച്ചിലർ ഇൻ എനി സബ്ജക്ട് വിത്ത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ, ഇത് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലേ വരുന്നത്? അത് അറബിക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതില് സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കേരള നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയോ. പരീക്ഷാ ഭവൻ നടത്തുന്ന കോഴ്സ് ആയിരുന്നു. നമ്മുടെ ഓക്കെ, അറബിക് മുൻഷി അതുപോലത്തെ ഒരു എക്സാം. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇവര് പറയുന്ന അനുസരിച്ചിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് മതി ഡീപ്പായിട്ട്. ഓക്കെ ഓക്കെ, കാരണം ബാച്ചിലർ ഇൻ എനി സബ്ജക്ട് വിത്ത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ അറബിക്, അതാണല്ലോ ക്ലിയർ? അതെ. അപ്പൊ നിങ്ങളെ ഭാഗം നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്, ഇവര് പറഞ്ഞ ഓക്കെയാണ്. വേണമെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു മെയിൽ അയക്കാം.
ഓക്കെ, കേട്ടിട്ട് അറബിക് 4 പാസ്ഡ് ആണ്. പാസ്ഡ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. താങ്ക് യു. ഓക്കെ, വേറെ പിന്നെ എന്തെങ്കിലും? ഞാന് BA സോഷ്യോളജി ആണ്. ആ അതിന്റെ സെക്കൻഡ് സബ്ജക്ട് അറബി തന്നെയാണ്. മതി, പറ്റും. അപ്പൊ അത് വെച്ചിട്ട് MA അറബിക്ക് ചെയ്യാനല്ലേ? നിങ്ങളിത് വായിച്ചു നോക്കി. ജസ്റ്റ് ബാച്ചിലർ ഇൻ അറബിക്, ഇത് ചെയ്യാം. പിന്നെ ബാച്ചിലർ ഇൻ എനി സബ്ജക്ട്. ഓക്കെ. അതല്ല ഇപ്പൊ നിങ്ങളത് എനി സബ്ജക്ട് പറഞ്ഞാൽ സോഷ്യോളജി വിത്ത് അറബിക് ആസ് എ സബ്ജക്ട് പോരെ. ഓക്കെ. പിന്നെ അതല്ല, ഇതിന്റെ ഈ MA ഇഗ്നന്റെ MA എടുത്തതിന്റെ ശേഷം എനിക്ക് കാലിക്കറ്റിന്റെ കീഴിലുള്ള B.Ed ചെയ്യാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവോ? ഈ ഇഗ്നോന്റെ സർട്ടിഫിക്കറ്റ് ഇത്രയും തവണ പറഞ്ഞു തന്നിട്ട് കാലിക്കറ്റ് ഒക്കെ ഇതിന്റെ കീഴിലുള്ള സാധനങ്ങളല്ലേ. അപ്പൊ നടക്കൂലേ? ഈ നിങ്ങൾ പറഞ്ഞ B.Edന്റെ കേസാണ്. ഈക്വലൻസ് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മസ്റ്റ് അംഗീകരിക്കേണ്ട ഇതാണ്, ആക്ട് ആണിത്. ഈ ഇഗ്നോ എന്ന് പറയുന്ന ചടാല യൂണിവേഴ്സിറ്റി ഒന്നല്ല, ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് എടുക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലേ. ഇപ്പൊ ഞാൻ നമ്മളൊരു സംസാരമല്ല ഇതിൽ ശരിക്കും പറയണത്. നിങ്ങൾ ഇത് വായിച്ചു നോക്കിയാൽ ജസ്റ്റ് ഇതിന്റെ അപ്രൂവല് വാല്യൂ എന്ന് പറയുന്നത് ഇതാ കണ്ടോ. ഇഗ്നോ ഇസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ, ഇത് ഞങ്ങളെടുത്തല്ല. നോക്കട്ടോ, ഇഗ്നോ ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. As per the degree diploma certificate, all the Indian university, deemed university, institute എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ B.Ed ആണ്. B.Edന് MA വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രശ്നമാണോ എന്നുള്ളത് അത് വേറെയാണ്. അപ്പൊ മനസ്സിലായോ? MA എടുത്തിട്ട് B.Ed ചെയ്യാൻ കഴിയൂല? അല്ല, അത് MA എന്ന് പറയുന്നത് അവിടെ B.Edന്റെ അവിടെ B.Ed എന്ന് പറയുന്നതിന്റെ ബേസിക് എന്ന് പറയുന്നത് BA ആണ്. ആ BA ആണ് വരുന്നത്. B.Ed പിന്നെ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മാർക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയണ്ട. നിങ്ങളെ MA അറബിക്ക് ഇവിടെ അപ്രൂവ്ഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ രീതി എന്ന് പറയുന്നത് BA നിങ്ങൾ സോഷ്യോളജി എന്നുള്ളത് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് തരേണ്ട ആവശ്യം. അതും ഇതായിട്ട് ബന്ധമില്ലല്ലോ. നിങ്ങൾ MA അറബിക്ക് പഠിച്ച അപ്രൂവൽ ആണ്. MA അറബിക്കും സോഷ്യോളജിയും കാരണം നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി B.Edന് സീറ്റ് തരാണെങ്കിൽ ഓക്കെ ആണ്. MA എത്ര ശതമാനം ഉണ്ടെങ്കിൽ അങ്ങനെ കയറാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞത്, ഈ B.Edന്റെ കേസ് എന്ന് പറയുന്നത് വേറെ തന്നെ സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ള നിലക്ക് നമുക്ക് കറക്റ്റ് പിന്നെ ഇവര് പറയുന്നത് അനുസരിച്ചിട്ട് പിന്നെ എന്താണോ റൂൾസ്, അതായത് B.Edന്റെ റൂൾസ് എന്താണോ ആ റൂൾസ് അനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അതിനിടയ്ക്ക് ഒരു മറിയം PSC അപ്രൂവ്ഡ് ആണോ എന്ന് ഇത്രയും നേരം പറഞ്ഞത് പിന്നെ എന്താ ഞാൻ ആലോചിക്കണത്. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സാധനം PSC അപ്രൂവ്ഡ് ആണ്. ഓക്കെ, ഒന്നാമത്തെ കേസ്. PSCയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അടിച്ചാൽ മതി. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് വെറുതെ ഉണ്ടാക്കിയൊരു സംഗതിയല്ല. മാത്രമല്ല, അവിടെ പഠിച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആവാണ്ട് ഒരു വെറുതെ തരില്ല. അതാണെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് കിട്ടിയത്. നെറ്റ് UGC നെറ്റ് നിങ്ങൾക്ക് എഴുതാം, എക്സാം എഴുതാം, എല്ലാവിധ വർക്ക്ഔട്ടും ചെയ്യാം. ഓക്കെ, പറയും. ഇഗ്നോയിൽ M.Ed ഉണ്ടോ എന്നറിയോ സാറേ? B.Ed ഇപ്പൊ ഉണ്ട്. M.Edന്റെ നോക്കണം. എന്തായാലും സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ എക്സാം എഴുതണം. എങ്ങനെ എക്സാം ഇവരത് സ്പെഷ്യൽ എക്സാം എഴുതണം. ഈ നേരെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒറ്റ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ M.Ed ഒക്കെ പറഞ്ഞാല് കുറച്ച് നമ്മള് ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആണല്ലോ. അതുകൊണ്ട് വേറെ എന്തോ എക്സ്ട്രാ എക്സാം ഉണ്ട്. M.Edന്റെ കാര്യം ഡീറ്റെയിൽസ് ഞാൻ പറയാം. B.Ed ഉണ്ട്, പക്ഷെ അറബിക്കിലില്ല. എനിക്കറിയില്ല, നോക്കണം. പിന്നെ ഈ MA അറബിക്കില് പിന്നെ ഗവൺമെന്റ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ വരുന്ന സാധ്യതകൾ PSC ലെവലില്? MA അറബിക്ക് കിട്ടിക്കഴിഞ്ഞാലാണോ ഉദ്ദേശിച്ചത്? അതെ, അത് നമ്മള് PSC ആഡ് ചെയ്താല് നമ്മള് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്താല് ആ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്താല് MA അറബിക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന കാര്യം എന്താ വെച്ചാല്, ഒരു പ്രിഫറൻസ് എന്താണെന്ന് വെച്ചാൽ MA അറബിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആയിട്ടുള്ള നെറ്റ് എഴുതാം. JRF കിട്ടിയാൽ JRF ചെയ്തിട്ട് നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടി PhD ചെയ്യാം. ഒന്ന് ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോബിൽ കയറാൻ പറ്റും MA അറബിക്കുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ ഞാൻ അതിന്റെ കൂടുതലേക്ക് പോകാത്ത എന്താ വെച്ചാൽ LP UP കേസിലൊക്കെ കുറേ കൺഫ്യൂഷൻസുകൾ വരുന്നുണ്ട്.
അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് MA എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, JRF തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. DLEDും PG ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? അത് പണിയാണ്. ഒരേ വാല്യൂ ഉള്ള ഒരേ വാല്യൂ ഉള്ള രണ്ട് സാധനങ്ങൾ ഒരേ സമയത്ത് നിങ്ങൾ ചെയ്താൽ ഏതെങ്കിലും ഒന്നേ വാലിഡ് ആവുള്ളൂ. അപ്പൊ DLED ചെയ്യുന്നത് നിങ്ങൾ ഗവൺമെന്റിന്റെ ആണ്, MA ചെയ്യുന്നത് ഇഗ്നോയുടെ ആണ്. രണ്ടും ഒരേ സ്ഥലത്ത് വെക്കാൻ പറ്റില്ല, PSCയിലും വെക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ എടുക്കുള്ളൂ. പ്രൈവറ്റിൽ വെക്കാം, പക്ഷെ അത് കാര്യമില്ല. ഡിഗ്രി ബേസ് ആണ് BEd ശരിക്കും ഡിഗ്രി അല്ലേ, ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ? പറ അമിന. സർ, ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യേണ്ടതുണ്ടോ? വേണം. ഒറിജിനൽ തന്നെ വേണോ? ഒറിജിനൽ വേണ്ടി വരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിലൊന്ന് കണ്ടാൽ മതി. വേണ്ടി വരും, സാധ്യത ഉണ്ട്. അതിന്റെ ഒക്കെ സ്കാൻഡ് ആണ്, നിങ്ങൾ കൊണ്ടു കൊടുക്കണ്ട എവിടെയും, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യില് ഒറിജിനലിന് പകരം തൽക്കാലമായിട്ട് തരുന്നതില്ല, അത് സ്കാൻ ചെയ്താൽ മതിയോ? അത് നമുക്ക് നോക്കേണ്ടി വരും, ചെയ്ത് നോക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ ഞാൻ ഈ വർഷം MA ചെയ്യും, അറബി ചെയ്യും. പിന്നെ അടുത്ത കൊല്ലം DLED തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ രണ്ടും കൂടി ഒരേ സമയത്ത് വരില്ലല്ലോ. അങ്ങനെയാണെങ്കിലും ആ പറഞ്ഞ നിയമം വരുമോ? അതായത് അല്ല, ഇത് ശരിക്കും എന്താ അറിയോ, നിങ്ങള് റെഗുലർ ആയിട്ട് ഉള്ള കേസുകളിൽ വരുന്നത് ഒരേ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ ഒരേ സ്ഥലത്ത് വെക്കുമ്പോൾ PSCയിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സേഫ് എന്ന് പറയുന്നത് നിങ്ങൾ വെച്ച് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, ഒന്ന് ഡിസ്റ്റൻസ് ആണ്, ഒന്ന് ഇതാണ്. പക്ഷെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷന് നമുക്ക് ഇതാണ്. പിന്നെ ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായത്തില് ഒരു ഗ്യാപ്പ് ഇടുന്നതാണ് നല്ലത്. എന്തായാലും നമുക്ക് ഫർദർ ആയിട്ട് വേറെ ആരുടെയും ചോദിച്ച് ക്ലിയർ ചെയ്യാം. എഡ്യൂക്കേഷൻ MA അറബിക്ക് കഴിഞ്ഞാൽ കേട്ടിട്ട് 4 എഴുതാൻ പറ്റും എന്നുള്ള റോൾ ഓൾറെഡി ഇപ്പൊ നിലവിലുണ്ട്. ആ റോള് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടിട്ട് 4. അതായത് സാർ പറയുന്നത് PG ചെയ്യുവാണെങ്കിൽ കൂടെ BEdോ DLEdോ എടുക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? ഓഫ് കോഴ്സ്. പിന്നെ നിങ്ങളുടെ PSC സാധനങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരേ സമയത്ത് എങ്ങനെ രണ്ടെണ്ണം എടുത്ത് ചോദിക്കൂല്. സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാം. അല്ലാത്ത കോഴ്സുകൾ ചെയ്യുമ്പോൾ വാല്യൂവിനെ കുറിച്ചിട്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അന്നേരം ഈ PGയിൽ തന്നെ ഫോക്കസ് ചെയ്യാനേ പറ്റൂ അല്ലേ? അങ്ങനെയാണ്. ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ നമുക്ക് എത്ര എക്സ്ട്രാ എടുക്കാൻ പറ്റും. പക്ഷെ ഈ കേസിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നായിരിക്കും ബെറ്റർ. അത് നിങ്ങളെ ഭാവി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് പറഞ്ഞതെന്നുള്ളൂ. നല്ലതാണ്. ചെയ്ത് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ചിലപ്പോൾ ഉണ്ടാവും യൂണിവേഴ്സിറ്റി ഇങ്ങനെ രണ്ടെണ്ണം ചെയ്ത് ഒരേ ഗ്രാജുവേഷൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഒക്കെ ഒന്ന് കഴിയാണ്ട് ഒന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ള റോളുണ്ട്. ആ റോളിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. വേറെ എന്തെങ്കിലും ഇതിന്റെ ക്ലാസ്സുകളിനെ കുറിച്ച് നിങ്ങൾ വരിയിടാണ്ട്. ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് പ്രൊജക്ട് എങ്ങനെ എഴുതുക, അതേപോലെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് നാളെ മുതൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരും, ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് തരും. നിങ്ങൾ MA അറബിക്ക് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാം. ആ പണി ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് MA അറബിക്ക് കിട്ടും. അത് ലേറ്റ് ആവരുതെന്ന് എൻ്റെ അഭിപ്രായം. മാക്സിമം ക്വാളിഫിക്കേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ള. ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലൊന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങളിപ്പോ UGC നെറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഇനി ഒന്നും വേണ്ട, നിങ്ങൾ സാധാരണ ഒരു LP സ്കൂൾ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അവിടെ പോയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും MA അറബിക്ക് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ അറബിക്കാരാണല്ലോ, അറബിക്കാര് MA അറബിക്ക് ഇല്ലെങ്കിൽ മോശമല്ലേ? നിർബന്ധമാണ്. പിന്നെ ഈ റിലീസ് ചെയ്താൽ കേട്ടിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ റോളിലും ഒരു കുഴപ്പമില്ല, എഴുതാം, കേട്ടിട്ട് എഴുതാം. ഈ ആൻസർ പേപ്പർ ഉണ്ടല്ലോ, അത് എങ്ങനെയൊക്കെ ബുക്ക്ലെറ്റ്? ഞങ്ങളിപ്പോ കാലിക്കറ്റിലാണ് എഴുതിക്കുന്നത് ഇതുവരെ. ഞങ്ങൾക്ക് എന്ത് ആൻസർ പേപ്പർ ഉണ്ടല്ലോ, അത് ബുക്ക്ലെറ്റ് ഏത് മോഡലിലാണ് വരിക? അതായത് എത്ര പേജുള്ള വരിക? ഞങ്ങൾ ഇതുവരെ കാലിക്കറ്റ്. അത് കുഴപ്പമില്ല. അത് അതിന്റെ മോഡൽ പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യന്റെ കയ്യിലുണ്ട്. അതിൽ നിങ്ങളിപ്പോ എങ്ങനെ മോഡലാണെങ്കിലും ഇൻവെലിജേറ്റർ പറഞ്ഞത് എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. അതായത് ക്വസ്റ്റ്യൻ ഈ മോഡലാ, അത്രയും സിമ്പിൾ ആണ്. അങ്ങനല്ല, ഞാൻ
എത്രത്തോളം എഴുതേണ്ടി വരും? ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോ മിനിമം ഒരു 10-15 പേജ് എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് ഇട്ട് തരില്ല, അങ്ങനെയൊക്കെ അതൊക്കെ ഓരോ ഇതാണ്. പല ആളുകളും പലതും പറയും. മാക്സിമം എഴുതാന്നുള്ളത് നമ്മളതാണ്. കാരണം ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ എഴുതി ഫലിപ്പിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇഗ്നോയില് BEd ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് പറയണ്ട കേട്ടോ. എങ്ങനെയാ BEd ചെയ്യേണ്ട രീതി, അത് വേറെ എക്സാം ഒക്കെ ഉണ്ട്, അതൊക്കെ ക്വാളിഫൈ ചെയ്യണം. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, കുറച്ച് പേർക്ക് അവസരമുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ഒരു അപേക്ഷ കൊടുത്തിട്ട് പറ്റുമോ നോക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലോ. കൊല്ലം നമുക്ക് ട്രിവാൻഡ്രം ആണോ സെന്റർ എന്ന് ചോദിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. എന്ത് പറഞ്ഞത് ഞാൻ കേട്ടില്ല. കൊല്ലങ്ങൾ ഏറ്റവും നിയറസ്റ്റ് ട്രിവാൻഡ്രം അല്ലേ? അതെ അതെ, നമുക്ക് ഏറ്റവും എളുപ്പം അതാണ്. കൊടുക്കാം. പക്ഷെ എന്താ അറിയോ, നിങ്ങൾ കൊല്ലത്ത് വേറെ ഏതോ സെന്റർ ഉണ്ടാവും, ചിലപ്പോ ഏതെങ്കിലും സെന്റർ ഉണ്ടാവും. നമുക്ക് ആ സെന്റർ നോക്കാം. ആ സെന്ററിലാണ് സ്റ്റഡി സെന്റർ കൊടുക്കേണ്ടത്. റീജിയണൽ സെന്റർ നിങ്ങൾ ട്രിവാൻഡ്രം കൊടുക്കാം. കൊല്ലത്ത് വേറെ സെന്റർ ഉണ്ട്. ഉണ്ട് സെന്റർ ഉണ്ട്. എല്ലാ ജില്ലയിലും സെന്റർ ഉണ്ട്. എങ്ങനെ? അപ്പൊ നമ്മൾ MA അറബിക്ക് എടുക്കുന്നവർ എന്താ ചെയ്യണ്ടേ? അവിടെ വെച്ചാൽ മതിയോ? നിങ്ങൾ തിരുവനന്തപുരം റീജിയണൽ സെന്റർ ആണ് കൊടുക്കാൻ പറഞ്ഞത്, സ്റ്റഡി സെന്റർ അല്ല. സ്റ്റഡി സെന്റർ കൊല്ലത്തുണ്ടെങ്കിൽ കൊല്ലത്ത് കൊടുത്താൽ മതി. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം സ്റ്റഡി സെന്ററിന് കൊടുക്കുക. ഞാൻ പറയുന്ന കോമൺ ലോ മനസ്സിലാക്കണേ. നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം നിങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റഡി സെന്റർ ആണ്. അതായത് വീട്ടിൽ നിന്ന് കുറച്ച് അടുത്ത് പോകാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ കോഴിക്കോടുള്ള ഓഫീസ്, ഇവിടുന്ന് ഏറ്റവും നിയറസ്റ്റ് JDT ആണ്. അപ്പൊ JDTക്ക് പോവാം. മലപ്പുറത്തുള്ള ഒരാൾ തിരൂരങ്ങാടി ആയിരിക്കും ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ കുറെ സെന്ററുകൾ ഉണ്ടാവും. ആ സെന്റർ നോക്കിയിട്ട് അവിടെ നിങ്ങൾ കൊടുക്കാം. ഈ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം, നമ്മൾ സ്റ്റഡി സെന്റർ കൊല്ലമാണ്, കൊല്ലത്തുള്ളവർ വെക്കേണ്ടത് അല്ലേ? അങ്ങനല്ലേ? യെസ്, അതന്നെ, അത്രേ ഉള്ളൂ. പിന്നെ ഗ്രൂപ്പ് ഉണ്ടോ വാട്സപ്പ്? വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടല്ലോ. അതിലില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. തൃശ്ശൂരുണ്ട്. തൃശ്ശൂരാർക്ക് ഏറ്റവും അടുത്ത ഏതാണ്? എറണാകുളത്താണോ ഇങ്ങോട്ട് വരലാണോ വടകരയാണോ? അറിയാം. വരലാണോ ചോദിച്ചാൽ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ഏതാ നിങ്ങൾ പറഞ്ഞാൽ മതി. എറണാകുളം. അപ്പൊ എറണാകുളം ആണെങ്കിൽ നിങ്ങൾ അതെന്താ സംഭവം അറിയോ? നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവിടെ സ്റ്റഡി, പിന്നെ ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അത് നിങ്ങൾ എങ്ങനെയായിരുന്നു ജോയിൻ ചെയ്തത്? ത്രൂ അല്ല. പിന്നെ പാലക്കാട് ലിസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് റീജിയണൽ സെന്ററിന്റെ ഓരോ ലിസ്റ്റ് എടുത്തിട്ട് ആ റീജിയണൽ സെന്ററിൽ വരുന്ന സബ് സെന്ററുകൾ എവിടെ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ. സർ, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എവിടുന്നാ കളക്ട് ചെയ്യാൻ? റീജിയണൽ സെന്ററിനാണോ സ്റ്റഡി സെന്റർ? സ്റ്റഡി സെന്റർ. പിന്നെ അതില് സ്റ്റഡി മെറ്റീരിയൽസിന്റെ കേസിൽ 2 കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് പ്രിന്റഡ് ആയിട്ട് വാങ്ങാം, ഈ കോപ്പി ആയിട്ട് വാങ്ങാൻ പറ്റും. അതിൽ പ്രിന്റഡ് ആണെങ്കിൽ ചിലപ്പം കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട്, ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. നിങ്ങൾ ആണെങ്കിൽ വളരെ സ്പീഡായും. പിന്നെ അതിന്റെ ക്ലാസ് നമ്മൾ പ്രിസൈസ് ആയിട്ട് നമ്മൾ ഒന്നുകൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഞങ്ങൾ തന്നെ അത് പ്രിസൈസ് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കണൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ജയിപ്പിക്കുക, മാർക്ക് നേടുക എന്നുള്ളതാണ്. കുറെ ഗ്രാജുവേഷൻ, ഇപ്പൊ MCOM അടക്കമുള്ള കുറെ കോഴ്സുകളുണ്ട്. അപ്പൊ ക്വാളിഫൈഡ്, ഇപ്പൊ നിങ്ങൾക്കറിയാം കേരളത്തിൽ തന്നെ വെറുതെ ഉടായ്പ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. നമ്മൾ അത്രയും സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരു ടെൻഷനും വേണ്ടല്ലോ, കാരണം ഇത് ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നതാണല്ലോ. പക്ഷെ ഈ ഇഗ്നോനെ കുറിച്ചിട്ട് ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. MA അറബിക്ക് മാത്രമല്ല, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ, ഇന്റർവ്യൂവിനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ വെക്കാം. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലടാ, അഫ്ലലുൽമ പ്രീലി പറ്റൂല. ഡിഗ്രി മിനിമം വേണം, അല്ലാത്തവർക്ക് ഒന്നും പറ്റില്ല. PG വേണമെങ്കിൽ ഡിഗ്രി വേണ്ടേ? അതൊരു കോമൺ ലോ അല്ലേ? നിങ്ങൾ ഈ 6 മാസത്തെ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സാധനം കാണും. അതിനൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയും വെക്കാൻ പറ്റില്ല. ഇതിപ്പോ PSCന്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഈ ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷനിൽ ഇത് കാണാൻ പറ്റും. അങ്ങനത്തെ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുകളുണ്ട്. അതൊക്കെ ഭയങ്കര വാലിഡ് ആണ്. അങ്ങനത്തെ കേസിൽ ഇത് അംഗീകരിക്കണം നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ്. ഇത് പറ്റില്ല, ഡിഗ്രി മിനിമം കേട്ടോ. ഡിഗ്രി ഇല്ലാതെ MA ചെയ്യാൻ പറ്റില്ല.
അതുപോലെ MA ഉള്ളപ്പോ HS എഴുതാനും പറ്റില്ലല്ലോ അല്ലെ? ഏത് HS PSC HS HS ചെയ്താണെങ്കിൽ B.Ed ആണോ? B.Ed-ഉം MA നിങ്ങൾ B.Ed ഉണ്ടോ? ഇല്ല. B.Ed-ഉം MA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് HSST എഴുതാം, HSC എഴുതാം. പക്ഷെ MA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരു സംഗതി എന്താ വെച്ചാൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അഥവാ ലെക്ചർഷിപ്പ് എഴുതാം. അതോടൊപ്പം തന്നെ JRF കിട്ടും. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഇത്ര ആലോചിച്ചാൽ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് JRF എന്ന് പറഞ്ഞാൽ 10,000-40,000 രൂപ മാസത്തിൽ വെറുതെ ചുമ്മാ അടിച്ചു. നമ്മളിവിടെ ഉള്ള കുറെ ടീച്ചർമാര് PhD ചെയ്യുന്ന ആൾക്കാരാണ് JRF. നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ടീച്ചർമാരുണ്ടാവും. ഇപ്പൊ എഡ്ഫിലുള്ള റിയാസ് സാർ ആണെങ്കിലും റാഷിദ മിസ് ഒക്കെ JRF ഹോൾഡേഴ്സ്. ഇവരൊക്കെ പ്രത്യേകം എന്താ വെച്ചാൽ നെറ്റ് കിട്ടി JRF അടിച്ച ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ നെറ്റ് ഹോൾഡർ ആണ്, JRF ഹോൾഡർ അല്ല. ഈ JRF ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ ഗവൺമെന്റ് വരും. 10-25 ലക്ഷം രൂപ വരെ കിട്ടും ഒരു 5-6 കൊല്ലം കൊണ്ട്. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ MA-ന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഉടൻ തന്നെ എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ നോക്കാം. കോൺടാക്ട് ക്ലാസ് ഒന്നും ഇല്ല അറിയാം. ഇപ്പൊ MA അറബിക്കിന് ക്ലാസ് ഇല്ല. ക്ലാസ് ഞങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട്. ഈ JRF-ന് പ്രായപരിധി ഇല്ലേ സാറേ? JRF-ന് പ്രായപരിധി ഉണ്ട്. 35. MA അറബിക്ക് ഫസ്റ്റ് ഇയറിന്റെ കൂടെ തന്നെ നെറ്റിനില്ലല്ലോ? നെറ്റിന് പ്രായപരിധി ഇല്ലല്ലോ? നെറ്റിനില്ല. MA അറബിക്കിന്റെ കൂടെ MA അറബിക്ക് ഫസ്റ്റ് ഇയർ ആകുമ്പോഴേക്കന്നെ നെറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നെറ്റിന്റെ പ്രായപരിധി പറഞ്ഞാല് നെറ്റ് കിട്ടി 2 വർഷത്തിനുള്ളിൽ MA-ന്റെ പിന്നെ ഇത് കൊടുക്കണം. അതായത് നെറ്റ് കിട്ടി 2 ഇയറിന്റെ ഉള്ളിൽ MA-ന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ലത് ഓപ്ഷൻ ഞാൻ പറയണത് ഇവിടെ ഇപ്പൊ MA അറബിക്കിന് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്ത് 1 ഇയർ കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, എക്സാം എഴുതി അപ്പൊ നിങ്ങളൊരു ഫസ്റ്റ് മന്ത് തന്നെ അപ്പൊ ഏകദേശം നെറ്റിന്റെ എക്സാമുകളും ഈ നമ്മളെ ഇതിന്റെ ഇഗ്നോയുടെ എക്സാം ഒരേപോലെ വരിക, ഒരേ സൈക്കിൾ മാറിയ ഇയർലി 2 പ്രാവശ്യം വരിക. അപ്പൊ 2 പ്രാവശ്യത്തിൽ ഏതെങ്കിലും എഴുതാം. അപ്പൊ എഴുതിയിട്ട് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ പൂർത്തീകരിക്കുമ്പോഴത്തേന് JRF അടിക്കാം. അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യണം. ഞങ്ങൾ എഡ്ഫിലിലെ സ്റ്റുഡൻസിനെ മാക്സിമം ആലോചിക്കുന്ന കാര്യം അവരൊരിക്കലും MA അറബിക്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാന്നുള്ളതല്ല. MA അറബിക്കിനോടൊപ്പം തന്നെ നെറ്റിന്റെ ബാച്ച് പഠിപ്പിച്ചെടുത്തിട്ട് അവരാണ്ട് ഔട്ട്കം ചെയ്യാം. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഈ പണിയെടുക്കാം. നിങ്ങൾ ഹൗസ് വൈഫ് ആവട്ടെ, ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ, അധ്യാപകരാവട്ടെ, നിങ്ങൾ വേറെ എന്ത് ജോലി ചെയ്യണ ആളാവട്ടെ, നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു എയിമിലേക്ക് എത്താൻ പറ്റും. അതിനുള്ള വർക്കൗട്ടാണ് ചെയ്യണം. സുനിത, ഞങ്ങളുടെ ക്ലാസ് ഡീറ്റെയിൽ ജൂലൈയിലാണ് തുടങ്ങുക. നിങ്ങൾ പിന്നെ അതെങ്ങനെയാണ് അതിന്റെ ഫീസ് സ്ട്രക്ചർ? വളരെ അഫോർഡബിൾ ഫീയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 2 ഇയർ പ്രോഗ്രാം ഉള്ള 2 കൊല്ലങ്ങളെ മേച്ചടക്കണമല്ലോ, അത് നമ്മൾ പറഞ്ഞുതരാം. പക്ഷെ വലിയ എമൗണ്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ സ്വന്തം ചെയ്യണേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും പിന്നെ എന്താ പറയാ തൊട്ടടുത്തുള്ള സെന്ററിൽ പോയിട്ട് അക്ഷയയിൽ പോയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ താഴെ ഒരു വീഡിയോ ഉണ്ട്, അർജുൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ ഉള്ള ഇതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പിന്നെ ഇത് വർക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. രജിസ്ട്രേഷൻ വൈകിച്ചാൽ അടുത്ത 6 മാസം കഴിയേണ്ടി വരും. ഇനി അടുത്ത ചെയ്താൽ അങ്ങനെ പോകും. ഞാനൊക്കെ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ വാരി കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോണ സമയത്ത് നമുക്കിപ്പോ ഓഫ്കോഴ്സ് നമുക്ക് പറയാം, ഇപ്പൊ B.Ed, MA, കേട്ടിട്ട് സെറ്റ്, നെറ്റ് തുടങ്ങിയിട്ട് എല്ലാ സാധനവും ക്വാളിഫൈ ചെയ്താണ്ട് തന്നെ ഏത് സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ പതറാറില്ല. ഇപ്പൊ ചില ആൾക്കാര് നമ്മളടുത്ത് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു ഡെയിലി വേജ് ആയിട്ട് പോകാന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ചോദിക്കും എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കും. എനിക്കൊരു ജോബ് കിട്ടിയത് എന്റെ ക്വാളിഫിക്കേഷനിൽ സെറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ചെറുപ്പത്തില് കുറച്ച് വർഷം മുമ്പ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി ആർക്കും സെറ്റ് ഇല്ല, അപ്പൊ എനിക്ക് സെറ്റ് ഉണ്ട്. അപ്പൊ നിന്നെ എടുക്കാന്ന് പറഞ്ഞാൽ എന്നെ എടുത്തു. അപ്പം എന്താ വെച്ചാല് നമ്മൾ ഹൈ ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മളെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ല എങ്കിൽ ആൺകുട്ടികൾ കൊണ്ടുപോകും. കുട്ടികളൊക്കെ നിരത്തിയിരുന്ന് പഠിക്കാണ്. അപ്പൊ നിങ്ങൾ ശരിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഏത് ലെവലിലും പഠിക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പ് നമുക്ക് ഇതിലുണ്ട്. നെറ്റിന്റെയും JRF-ന്റെ എല്ലാം ഒരു ക്ലാസ്സും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആവുക 2 കൊല്ലത്തെ? നമ്മളതൊക്കെ സെപ്പറേറ്റ് ക്ലാസ്സുകളാണ്. അത് ഞങ്ങൾ ഡീറ്റെയിൽ പറയാം. നെറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബഹറാണ്, അത്ര പഠിക്കാൻ ഇതിലില്ല. പക്ഷെ ഇതിലൊരു ബേസ്മെന്റ് ഉണ്ടാവും.
ഇപ്പൊ എഡ്ഫിലിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടത് ചിലപ്പോൾ കേട്ടറ്റിന്റെ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് സെറ്റിന് തരില്ല, അല്ലെങ്കിൽ നെറ്റിന് തരില്ല. നെറ്റിന്റെ ക്ലാസ് എടുത്തിട്ട് കേട്ടറ്റിനും തരില്ല. അതൊക്കെ സെപ്പറേറ്റ് ലെവലിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്യണം. PSC ഇപ്പോൾ ഓൾറെഡി LPS, UPS, HS ഒക്കെ ഉണ്ട് ക്ലാസ്സുകൾ. നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ടാവും. ഈ നെറ്റ് വേറൊരു ലോകമാണ്. നെറ്റ് ഇതും കണക്റ്റഡ് അല്ല. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ എഡ്ഫിൽ ലേണിംഗ് ആപ്പ് വെച്ചിട്ട് രണ്ടും പഠിക്കാൻ പറ്റും. MA അറബിക്കും പഠിക്കാം, നെറ്റ് പഠിക്കാൻ പറ്റും. അത് മൾട്ടിപ്പിൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അത് നിങ്ങൾ ഡിപ്പെൻഡ് ഓൺ ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ ഈ ഇഗ്നോയുടെ ഫീസ് നിങ്ങൾ പറഞ്ഞാൽ 10,600 എന്ന് പറയുന്നത് വലിയ ഫീസായിട്ട് ഞാൻ തോന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങളെ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ തരില്ലേ ഇഗ്നോ, അതിന് നമ്മൾ ഫീ കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിൽ എത്ര ആയിരങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മൾ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വർക്കൗട്ട്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 20-ലധികം പേപ്പർ നിങ്ങൾ എഴുതിയെടുക്കണം. ഇതിലൊരു 10-ന് താഴെ പേപ്പർ എടുത്താൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബെനിഫിറ്റുകൾ. നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ വേഗം അടിക്കാം. എഡിഫിലിന്റെ ഫീ എത്രയാ വരാന്? എങ്ങനെ എഡിഫിലിന്റെ ഫീ എത്ര വരാന് 2 കൊല്ലം നമ്മള് കോഴ്സ് തരുന്നതിന്? അത് ഫീസ് കൺഫേം ആയിട്ടില്ല. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ കോളേജ് അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. അത് ഞങ്ങൾ ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തായാലും നിങ്ങൾ അറക്കുന്ന ലെവലിലൊന്നും ഫീസ് ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി. ഞങ്ങളെ ഫീസ് സ്ട്രക്ചർ എങ്ങനെ വരില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ആകെ ചെയ്യല് അധ്യാപകരുടെ ഫീ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് റേഷ്യോ മനസ്സിലാക്കിയതിന് ശേഷം ഇതിന്റെ ഈ ആമസോൺ സെർവറിൽ എത്ര എമൗണ്ട് വരും അതിൽ നിന്നാണ് ഞങ്ങൾ ഫീസ് കണക്കാക്കുക. അല്ലാതെ വെറുതെ ഒരു തോന്നിയ ഫീസ് ഒന്നും ഇടില്ല. അപ്പൊ എല്ലാവരും ഫീസ് ഇടുന്നുണ്ട് വിചാരിച്ചാൽ അത്ര ഫീസ് ഇടില്ല. ഓരോ ഫീസിനനുസരിച്ച് മാക്സിമം കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിൽ എത്ര എന്നുള്ള ഞങ്ങൾ പറയേണ്ടത്. വേറെന്താ DLEഡിന്റെ വേറെ ചർച്ചയാണ്. അതിപ്പോ ആയിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രോസ്പെക്ട്സ്, അതായത് നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് സിലബസ് എന്നറിയുന്ന പ്രോസ്പെക്ട്സ്, ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഈ ജൂൺ 30 മുമ്പേ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് MA അറബിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ക്ലാസ് നിങ്ങളെ ഇഷ്ടമാണ്, കേൾക്കണോ കേൾക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തം വായിച്ചിരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. എന്നാലും നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആവണം എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ PhD ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എന്നിട്ട് നമ്മളെ തികയണില്ല ഈ സാധനങ്ങള്. അങ്ങനത്തെ ഒരു അവസ്ഥയിലും ലോകത്തുമാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നല്ല പൈസ ആണോ, കുടുംബക്കാർക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ മതി, പൈസ കൊടുത്ത് ജോയിൻ ചെയ്യാം. അല്ലാത്തവരൊക്കെ പഠിക്കുക, നല്ല ക്വാളിഫൈഡ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവാം. എന്നാൽ നമുക്ക് സാധിക്കും. എഡ്ഫിലിന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വലിയൊരു എൻട്രി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളെ ഗ്രാജുവേറ്റഡും പോസ്റ്റ് ഗ്രാജുവേറ്റഡും ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഓൾ ഇന്ത്യ ലെവലിലും വിദേശത്തടക്കം. വിദേശത്തുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു നേരത്തെ. വിദേശത്ത് മുമ്പ് സെന്ററുകൾ ഉണ്ടായിരുന്നു, റീജിയണൽ സെന്ററുകൾ. ഇപ്പൊ അത് ഒഴിവാക്കിയതായിട്ടാണ് അറിഞ്ഞത് UGCന്റെ നിർദ്ദേശപ്രകാരം. നിങ്ങൾക്ക് വിദേശത്തുള്ള ആളുകൾക്ക് പോലും ഇവിടെ വന്ന് പരീക്ഷ എഴുതിയിട്ട് ആ സമയത്ത് പോകാൻ പറ്റും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാതിരി ഇങ്ങനെ ഇടയ്ക്ക് മാറില്ല. മറ്റു യൂണിവേഴ്സിറ്റികളുടെ പോലെ ചിലപ്പോൾ പെട്ടെന്ന് മാറണമെന്നില്ല. നമുക്ക് കറക്റ്റ് ടൈമിൽ സാധാരണ ഇഗ്നോട് നടക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം ചില സമയത്ത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം പല എക്സാമുകളും വരുന്നതാണ്. പക്ഷെ ഇഗ്നോ റുട്ടീനായിട്ട് നടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇപ്പൊ അഡ്മിനുള്ളിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കുന്ന ലെവലിൽ സെറ്റ് ചെയ്ത് തരാം. പിന്നെ നിങ്ങൾക്ക് എല്ലാ അഡ്മിൻസിനോട് ചോദിക്കാം. നാളെ മുതൽ ഒഫീഷ്യലി ഓഫീസിൽ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും. ജൂൺ 30 മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഗൈഡ് ചെയ്ത് തരും. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് കൺഫർമേഷൻ ചെയ്താൽ മതി. ഞങ്ങളെ ക്ലാസ്സുകൾ ജൂലൈയിലാണ് ആരംഭിക്കുക. അതിന്റെ ഡീറ്റെയിൽസ് വേറെ തരാം. ഇത് നിങ്ങൾക്ക് ആകെ ഉദ്ദേശിച്ചത് ഇഗ്നോയിൽ നിങ്ങൾക്ക് അവയർനെസ് തരാം, നിങ്ങൾ MA അറബിക്ക് എടുപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ശരി, എന്തായാലും വളരെ സന്തോഷം. മുന്നോട്ടുള്ള ഗമനങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒരിക്കലും നിർത്തരുത്. നിങ്ങൾ PhD എങ്കിലും മിനിമം ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഒരു അറബിക് അധ്യാപികയായിട്ട് ഏറ്റവും
LP ലെവലിൽ ഒതുങ്ങുന്ന ആളുകളായി മാറരുത്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒരുപാട് വളരാൻ ശ്രമിക്കുക. ആ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും, നമുക്ക് ആരെ മുമ്പിലും എണീറ്റ് നിൽക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും എഡ്ഫിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് എന്നും ഉണ്ട്, ഞാനും ഉണ്ട് എന്നും നിങ്ങളോടൊപ്പം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു.